കഴിക്കാൻ പറ്റുന്ന ഫുഡുകളായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ പോലത്തെ വലിയ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന മുതുക്ക് മനുഷ്യന്മാരുടെ ഫുഡുകളായിരിക്കും. അതെ ഗൈസ്, അപ്പൊ ഈ രണ്ട് ഫുഡുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതെ ഗൈസ്, നമ്മള് ബേബി ഫുഡ് ഞാനൊന്നും എനിക്ക് എന്താ പറയാ കഴിച്ച ഫുഡുകളൊന്നും അതന്നെ ഞാൻ പറയാം. ആർക്കും ഓർമ്മയില്ല. ഈ പഴക്കെ ഉടച്ചു പുഴുങ്ങി കഴിച്ചതൊക്കെ ഓർമ്മയുണ്ട്, അല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അത് ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. അധികം ഓർമ്മയില്ല. നമ്മള് കാര്യമായിട്ട് കഴിച്ചതൊക്കെ അങ്ങനെ ഓർമ്മയില്ലേ? തിന്ന ചോറും പത്തിരി ഇതൊക്കെ ഓർമ്മയുള്ളൂല്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് കഞ്ഞി കുടിച്ചോ ചോറ് കുടിച്ചോ മാത്രമേ ഓർമ്മയുള്ളൂ. അതാ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ഗൃഹാതുരത്വത്തിലോട്ട് പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ നൊസ്റ്റാൾജിയയിലേക്ക് കടക്കാണ് ഗൈസ്. നമ്മുടെ സുന്ദരനായ ബൗൾ ഇവിടെ ഉണ്ട്. അതെ, പ്രകാരം അതെ നിങ്ങൾ മാറ്റിണ്ടാന്ന് പറഞ്ഞു. ഈ ചാനലിന്റെ സിഗ്നേച്ചർ എന്താ പറയാ, അത് ഐശ്വര്യ ഇതാണ്, സിഗ്നേച്ചർ ആണ് ഇത്, പിന്നെ ഇമോഷൻ ആണ്. എന്തൊക്കെ വാക്കുകളാണ്, എത്രത്തോളം ഇമോഷൻ ഇതിൽ കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ ബൗള് തന്നെ ഒരു ജീവനുടെ കൃതാർത്ഥരായി പോയിട്ടുണ്ടോ? എന്തായാലും ഞങ്ങൾ ഈ ബൗള് മാറ്റുന്നില്ല. പക്ഷെ ശ്രീ ഒരു ബൗള് കണ്ടുവെച്ചിട്ടുണ്ട്. അല്ല, ഇത്രയും കമന്റ്സ് സപ്പോർട്ടീവ് ആയിട്ട് വരുന്നുള്ള സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല. ഞാനല്ല ബൗള് വേറെ കണ്ടുവെച്ച് നിൽക്കുക. വർഷങ്ങളായി നമ്മളിത് സൂക്ഷിച്ചു. ഇനി എത്രത്തോളം ഞങ്ങൾക്ക് പരിപാലിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ മാർക്കുകളൊക്കെ വീണ് കഴിഞ്ഞു. അതെ, ഇനി വല്ല കോറലോ പാറലോ വന്നാൽ മാറ്റാന്നുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ മാറ്റൂല. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതെ, നല്ലൊരു മധുരമണം. മധുരത്തിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുട്ടിമണുണ്ട്. എനിക്ക് കുറച്ച് വീടായിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞിക്കുട്ടി മണൊക്കെ തോന്നുന്നത്. കുട്ടിയൊക്കെ അതിന് കൊടുക്കുമ്പോ കുട്ടിയൊക്കെ അങ്ങനെ ഒരു മണം ഉണ്ടാവില്ല, അതുപോലെ. ഞാനും ഷാമിയും കൂടി അല്ലേ? ഇവിടെ സെലക്ട് ചെയ്തോ? ആ, ഞാനല്ലേ? ഞാനിത് അപ്പൊ ഞാനിത്. ഓക്കെ, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അധികം ഗ്രോൺ അപ്പ് ഫുഡ് ആയിരിക്കാനാണ് ചാൻസ്. കാരണം കുട്ടികൾക്ക് കുറച്ച് മതിയല്ലോ. ഓ, എന്ത് ഭംഗിയില് കൈപ്പറ്റി മനസ്സിലാവാതിരിക്കാനാണ് ബൗളില് കൈപ്പൊക്കെ കൊണ്ടുവച്ചത്. ഇതിന്റെ മണാണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ മണം എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല എന്തോ വീടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിപ്പോ തീർക്കും. കുറച്ച് ഏജ് ഒക്കെ ആയില്ലേ, ഷുഗർ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കയ്പ ജ്യൂസ് ഓ, അങ്ങനെ. പക്ഷെ കയ്പ ജ്യൂസ് ഒന്നും ഗ്രോണപ്പായി ആരും കുടിക്കണ്ടാവല്ലോ. അവരൊക്കെ വേറെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചലഞ്ച് പറഞ്ഞിട്ട് കുടിക്കലുണ്ടാവും. സൂപ്പ് കുടിക്കുന്ന ലാഘവത്തോട് കൂടെ. ഓ, അതിനാണോ ഇങ്ങനെ ഒഴിച്ചു വെച്ചേ? ഇതില്ലേ ഈ ഗ്രോണപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെർലാക്ക് ഇഷ്ടമാണ്. അതെ, ഇതാ കഴിക്കുന്നുണ്ടല്ലേ, പോത്തുപോലെ. അല്ല ഷാമി, അടക്ക് ഈ എന്താ ഇങ്ങനെ പോയി ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ കൊണ്ടേയിരിക്കുന്നത് നമ്മളെ ഞാനാണ് ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ചുണ്ട് നീരെ പഠിച്ചാണ് ചുണ്ട് ഇങ്ങനെതാ എടുക്കും. അപ്പം ഇതില് കുറച്ചുണ്ടാവും. അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അകലാക്കിട്ട് അങ്ങനെയാണ്. ഒന്നുകൂടി അതിന് വെള്ളം ഓ, എന്നിട്ട് വലിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ കഴിക്കുമ്പോ അങ്ങനെ കുട്ടികളെ ചെറുതാക്കി വന്നുമ്പോ അങ്ങനെയല്ലേ? പ്രത്യേകിച്ച് തന്നെ എന്തൊരു നിഷ്കളങ്കമായ പാവക്കുട്ടി. ചങ്ക് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞോ? ബേബി ഗ്രോണപ്പായി. ഗ്രോണപ്പായ ഒന്നാമത് കുടിക്കും. കുടിക്കും. ഒരു മിനിറ്റ് അങ്ങോട്ട് ഇപ്പൊ വരാം.
അയ്യോ എനിക്ക് ശ്വാസം മുട്ടല്ലേ. ഞാൻ പിടിച്ചിട്ടുള്ള ഹെൽപ്പ് ചെയ്തല്ലേ. ഞാൻ ചിരിച്ച പോലെ ഞാൻ ചിരിച്ചതാ. ആവട്ടെ. ഇപ്പഴെനിക്കൊന്ന് ആശ്വാസമായത്. നീ ആസ്വദിച്ച് തരലാക്കുന്നുണ്ട്. ഇത്രയും ഞാൻ കുടിച്ച്. എന്താ പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞല്ലേ? ടെൻഷൻ അടിച്ചിരിക്കല്ലേ ഇനിയോ? ഇപ്പൊ പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞില്ലേ? വേണ്ടായിരുന്നു. എന്നെ ഞാൻ കുഞ്ഞു കുട്ടീനെ പോലെ തന്നല്ലേ. ഈ എന്നെ ഒരു വലിയ മനുഷ്യന്റെ പോലെ ആക്കി കളഞ്ഞു. എവിടെയോ എന്തോ ഒരു തകരാറ്. അങ്ങനെ കൊടുക്കാം. കുട്ടിക്ക് ഇത് ഇഷ്ടല്ല. ശ്രീത് ഫുള്ള് കുടിച്ചു നോക്കട്ടെ. ഈ കുടിപ്പിക്കുന്നത് ഒഴിച്ചില്ല. ഞാൻ കുടിച്ചത് കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കി കുടുക്കി അങ്ങനെ ഗ്രോണപ്പിനെ പോലെ പെരുമാറ്. ഷുഗറൊക്കെ വരും നീ പറയാൻ നടക്കുമ്പോ അത് കാണും. ഇത് ഗ്രോണപ്പ് അത് ശരിക്കും ഇങ്ങനെ കുടിക്കൊന്നുമില്ല. അവൻ ഓരോന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാ. കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ തിന്നിട്ട് അമ്മമാരൊക്കെ ആഘോഷിക്കും. ഇതൊക്കെ കമന്റ് ബോക്സിൽ പറയാം. ഈ റൗണ്ടിലേക്ക് ഗ്രോണപ്പ് ഫുഡ് മതി. അതല്ല, നേരത്തെ നല്ല കൈപ്പക ജ്യൂസ് വന്നു. അപ്പൊ ഇപ്പൊ ഗ്രോണപ്പില് നല്ല സാധനം വരുന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് എനിക്കൊരു സ്മെല്ല് കിട്ടി. ആ സ്മെല്ലിൽ എനിക്ക് സാധനം എന്താന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ആ സ്മെല്ല് ചെറുതായിട്ട് എനിക്കും കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് പേപ്പർ സിസർ കളിക്കാം. അപ്പൊ ശ്രീ ഫസ്റ്റ് സെലക്ട് ചെയ്യണോ, ഷാമി സെക്കൻഡ് ഞാൻ ഗ്രോണപ്പ് എടുക്കരുത്. ഗ്രോണപ്പ് എവിടെയാന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലിപ്പോ ഏതാവുന്ന എനിക്കറിയില്ല. ഞാൻ ഇതെടുത്തു. ഞാൻ ഇതെടുത്തല്ലേ. എനിക്കത് സെലക്ട് ചെയ്ത് ഞാൻ അതിനി മാറ്റാനൊന്നും പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? പറയാൻ പറ്റും. പഴം വാട്ടിയത് നല്ല നെയ്യിലിട്ട് വാട്ടിയ പഴമാണ് ഗൈസ്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടമാട്ടോ. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അല്ല എനിക്കിത് ഇഷ്ടം. നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ബീഫ് പഴം വാട്ടിയതും കൂടെ കഴിക്കുന്നു. തെക്കോട്ട് നോക്കിയിരുന്നോ? കുഞ്ഞു കുട്ടികൾക്ക് വലുത് കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ കഴിച്ചോളാം. അല്ല, ഡൈജസ്റ്റിന് തെറ്റാണ്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കാനോ അവിടെ. ഇതാ ഗസ് നല്ല നെയ്യിലിട്ട് ഇങ്ങനെ പഴം വാട്ടി ഉണ്ട്. കുഞ്ഞു കുട്ടിയൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാൻ വെറുതെ തള്ളാൻ നോക്കിയതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം പൊറോട്ട അങ്ങോട്ട് എടുക്കുക. ബീഫ് കറിയാൻ തോന്നുന്നതല്ലേ. നല്ല പൊറോട്ട. ഷാമി ഇങ്ങനെ കൊതിച്ച് പൊറോട്ട എടുത്തിട്ട് കുറച്ച് ബീഫ് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ഞാനും അതേപോലെ തന്നെ ബീഫ് ഇങ്ങനെ എടുക്കുന്നു, പൊറോട്ട ഇങ്ങനെ എടുക്കുന്നു. ഈ വലിയ ആൾക്കാർ കഴിക്കുമ്പോഴേ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ വായ നോക്കിയിരിക്കില്ല. അതുപോലെ ഞാൻ ഇരിക്കുന്നത്. കാര്യം ഇരിക്കുന്നേ തിന്നാനുള്ളൂ. കുറച്ച് സമയം എടുക്കും റെസ്റ്റോറന്റ് പറയാൻ. തീരണല്ലോ. പൊറോട്ടയും കുറച്ച് ടഫാണ്, ബീഫും കുറച്ച് ടഫാണ്. ഇതെന്താണ് സംഭവം? രണ്ടു കൂട്ടർക്ക് നല്ലത് വന്നോണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയത്. നല്ല ടേസ്റ്റ്, നല്ല കുരുമുളകിന്റെയും അങ്ങനെയൊക്കെ ഒരു നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബീഫ്. അതെ, സത്യം. ഇതുണ്ടോ? നമ്മൾക്ക് റെസ്റ്റോറന്റ് സത്യം നല്ല തണുപ്പാണ്. കുറച്ച് നല്ല മഴയാണ്. അപ്പൊ പൊറോട്ട ബീഫും എന്തൊരു കട്ടനും കൂടെ കിട്ടണമായിരുന്നു. ബേബിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഇത് നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നേരത്തെ ബേബി ഫുഡ് കൊടുത്ത പോലെ കൊടുക്കുന്നുണ്ടോ? ഓർമ്മല്ലേ നേരത്തെ വായിൽ വെച്ച് കൊടുത്ത? അല്ല, നിനക്ക് വെച്ചൊന്നില്ലേ? എനിക്കിത് തിന്നുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ബേബി തിന്നോണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ റൗണ്ടിൽ ബേബിക്ക് കൊറേ ഉണ്ടായിരുന്നു. കുറച്ച് വലിയ ബേബിക്കാ തോന്നുന്നു. കുറച്ചുള്ളൂ. ബീഫും പൊറോട്ട തീരാനായിട്ടോ. ഒരു പൊറോട്ട എന്തുകൊണ്ട് വെച്ചു? വെക്കാൻ പാടില്ലേ?
അതിന്റെ ശാസ്ത്രീയ വെച്ച 2 പൊറോട്ടയാണ്, അങ്ങനെ വെക്കണം. അതെ അത് ശരിയാ, അതാണ് എന്റെ കണക്ക്. അങ്ങനെ കണക്ക്. എന്റെ കഴിഞ്ഞ ഈ ബേബി ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. നല്ല ബേബി. ഇനി കുറച്ചു നേരം പൊറോട്ടന്റെ ബീഫിന്റെ സ്മെൽ അടിച്ചിട്ട് ബേബി അവിടെ അങ്ങനെ ഗൈസ് നമ്മള് 3rd റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 2nd റൗണ്ടിൽ എനിക്ക് നല്ല പഴം വാട്ടിയതായിരുന്നു. അത് നല്ലതായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പഴം മാട്ടി ഉടച്ചത്, പഴം വാട്ടി ഉടച്ചത്. ഫസ്റ്റ് മറ്റേ ഗ്രോണപ്പില് നല്ല കൈപ്പക്ക ജ്യൂസ് കിട്ടി, അതുകൊണ്ട് തീരെ ഇഷ്ടമില്ല. എനിക്ക് കാര്യം പറഞ്ഞത് തിന്നാൻ കിട്ടി. ഇവരാണെങ്കിൽ പൊറോട്ടയൊക്കെ വെച്ച് അടിച്ച് കേട്ടു. ഞങ്ങൾക്ക് നല്ല ഞങ്ങള് നല്ല ഉഷാറായി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോൺ പേപ്പർ ഞാൻ ഇതെടുത്തു. അത് അവിടുന്ന് ഇതുവരെ എടുത്തില്ല. നല്ല വല്ല ഏടാകൂടോ ആണോ ഞാൻ ഈ കൊണ്ടുപോകുന്നത്? ഇതന്നെ എടുക്കാം. എന്നാ എനിക്കത്. പിന്നെ എന്താ ഒരു കൈപ്പക്ക മണം വരുന്നത്? നീ പിന്നെ ഒഴിച്ചു വെച്ചോ? അതെവിടെയെങ്കിലും മറിഞ്ഞതായിരിക്കും. എന്താണ് ഒരു കാര്യം ഇല്ലെങ്കിൽ എന്താ ഞാൻ കൊണ്ട് എനിക്ക് പറ്റില്ല. ഇതെന്താ സാധനം? 2 സ്പൂണിലൊക്കെ അത് ഉപ്പിട്ടുണ്ടോ? കുട്ടിയൊക്കെ ഉപ്പിടാൻ പാടില്ല. ഉപ്പില്ല, മധുരം ഇട്ടില്ലല്ലോ, തീരെ ഇടാൻ പാടില്ല. കുട്ടികളെ കൊടുക്കാനേ പാടില്ല. എനിക്കിത് വയറ് നിറയാനുള്ളതായി ഗൈസ്. നല്ല കിടില സാൻഡ്വിച്ച്. ഗ്രോണപ്പ് ആയ കുറച്ചൊക്കെ അതൊക്കെ കഴിക്കാം. വലിയ കുഴപ്പമില്ല. ഒരു ക്യാരറ്റിന്റേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടൊരു മധുരം ഉണ്ട്. പിന്നെ പുഴുങ്ങിയതായത് ശരിക്കും ഇതിൽ കുറച്ച് ബ്രോക്കലി പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കി ഇടുന്നത്. അതെ, അത് കുട്ടികൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഞങ്ങൾക്ക് കിട്ടിയ നല്ല അടിപൊളി സാൻഡ്വിച്ച് ആണ് ഗൈസ്. ഇത് കണ്ടോ? അടർത്തി എടുത്ത് കാണിച്ചു. ഇതാ കഴിച്ച് ഞാനും കഴിച്ചതാ. നല്ല അടിപൊളി സാൻഡ്വിച്ച്. എനിക്ക് ഇപ്പോഴെങ്കിലും വയറ് നിറയാനുള്ള എനിക്ക് വയറ് നിറഞ്ഞായിരുന്നു. എന്താ ചെയ്യാ? വെറുതെ കുട്ടികൾ തുപ്പുന്നു. പക്ഷെ കുട്ടികൾ 1 വയസ്സ് വരെ ഉപ്പും മധുരവും കൊടുക്കാനേ പറ്റില്ല. കുഴപ്പമില്ല സാൻഡ്വിച്ച്. എന്തോരും എവിടെയോ ഒരു മല്ലിച്ചപ്പിന്റെ ഓവർ ഒരു തന്തൂരി മസാലേനൊക്കെ ഒരു ഫ്ലേവർ. ഞങ്ങളെ സന്തോഷിക്കൊന്നും വേണ്ട, അണക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അതേ ക്വാണ്ടിറ്റി തന്നെ വെച്ചാൽ മതി. ഇത് കുറച്ച് കൂടുതലാണ്. അതെന്താ അറിയോ? കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു വയറായിരിക്കും, അപ്പൊ അത്രല്ലേ വേണ്ടു. അതുകൊണ്ടാ കുറച്ച് വെക്കുന്നത്. പക്ഷെ ഇത് കൂടുതലാണ്. അത് വെജിറ്റബിൾസ് കൂടുതൽ കാറണ്ടേ? ഇപ്പോൾ ഫുള്ള് തിന്നണം സല്ലു. തിന്നു. നിന്റെ അഭിപ്രായത്തില് ഇത് കുറച്ച് നെയ്യിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ചേട്ടന്റെ കൂട്ടുകാർ പെട്ടെന്ന് കയറി വന്നു പറഞ്ഞതോ അതേപോലെ കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും പേര് ഏലക്കായ ഇട്ട്. അപ്പൊ ക്യാരറ്റ് സത്യം പറഞ്ഞാൽ കുട്ടിയൊക്കെ പറയാൻ അറിയാത്തോണ്ടാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അതിന് നെയ്യിലൊക്കെ വാട്ടിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടോ. എനിക്ക് നെയ്യ് വാട്ടി തരാൻ എന്താ നെയ്യില് വാട്ടാൻ പുഴുങ്ങി തോന്നുന്നു. ഹെൽത്തി കുട്ടികളെ ചെയ്യത് ഓൻ ഹെൽത്തി ആവട്ടെ എന്ന് ചെയ്യുന്നത്. പാവം കുട്ടി. നല്ല നല്ലത് കിട്ടിയതുകൊണ്ട് ഒന്നും അറിയില്ല. ആദ്യത്തെ കൈപ്പൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ല, ഈ റൗണ്ടിന് പ്രത്യേകത ഉണ്ട്. പ്ലേറ്റില്ല പാടില്ല അല്ലേ? വലിക്കാൻ പോവാ. ഇതല്ല ഞാനിത് വലിക്കട്ടെ. വലിക്കട്ടെ. അത്ര ഭാരമുള്ള സാധനം ഒന്നും എനിക്ക് തോന്നില്ല. സല്ലോ ഇതിലെന്ത് ചെയ്യണമെങ്കിൽ ഇതിൽ എനിക്കൊരു
കശപശൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇതെന്തോ ഒരു സാധനം അങ്ങനെ ഉരുണ്ട് വരുന്ന കൂട്ടത്തിൽ ചെറുതായതുകൊണ്ട് നിനക്ക് ബേബി ഫുഡ് അധികം കിട്ടുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം സംശയമില്ലാതില്ല. ഇത് ബേബി ഫുഡ് ആണോന്ന് അറിയോ? അല്ല ആണോ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം. ഓക്കെ 3, 2, 1 go. ഓ ഗോഡ് യു അഗൈൻ വീണ്ടും നിങ്ങളോ? ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ ഉലുവവെള്ളോ? രാഗിക്കുറുക്ക്. എന്താ എനിക്ക് രാഗിക്കുറുക്ക്? അല്ല ഒരു മിനിറ്റ്. മഴക്കാലാണ്, ഇതൊക്കെ കഴിക്കേണ്ടതാണ്. ഉലുവിട്ട വെള്ളം കുടിച്ചോളൂ. അങ്ങോട്ട് കുടിച്ചോളൂ. റാഗി റാഗി കുറുക്ക് എന്താണ് അനക്ക് സ്പൂൺ ഒന്നില്ല കൈയോണ്ട് തിന്നൂടാ കുട്ടി. ഇതാവുമ്പോ കുട്ടിക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇതൊക്കെ കാലുമൊക്കെ എടുത്ത് കൊടുക്കാം. പക്ഷെ ഉലുവവെള്ളം ഹെൽത്തിന് വളരെ നല്ല സാധനം കേട്ടോ. ഹെയറിന് നല്ലതാ, സ്കിന്നിന് നല്ലതാ, അപ്പറ്റൈറ്റിന് നല്ലതൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഓ അങ്ങനെ വേറെന്താ പറയണ്ടോ? ഇതെങ്ങനെ കുഞ്ഞു കുട്ടിക്ക് കൊടുക്കുക? ഇങ്ങനെ എടുത്തിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് ചെറുതായിട്ട് ഫുഡ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ ഇപ്പൊ അത് റെഡി ആയി. നീ ഇത് കുടിക്കാനല്ലേ ഒന്നാകെ കമ്പളത്തല്ലേ ഇപ്പൊ ചെയ്യാണ്ടോ? അത് ഇറക്ക്. ബേബിക്ക് കുറച്ച് പഴയത് അവിടെ തുടങ്ങി നേരത്തെ ഇവിടെ ഞാൻ കുടിച്ചോളാം. ഒറ്റ കുടിക്കല്ലേ? പോട്ടെ ആ ഉലുവ അടക്കം പോട്ടെ. അയ്യോ ഉലുവ അടക്കം എങ്ങനെയുണ്ട്? ഞാൻ പോവാ. എനിക്ക് വേണ്ട, എനിക്ക് നല്ലൊരു സാധനം പോലും കിട്ടിയില്ല. പഴം പാട്ടിയതല്ലാതെ സാൻഡ്വിച്ച് കിട്ടിയില്ല. പക്ഷെ ഇത് കുഴപ്പമില്ല. ഷാമി പ്ലീസ് ഷാമി അങ്ങനെ ചെയ്യല്ലേ, നല്ല കുട്ടിയല്ലേ? ശ്രീന്റെ കൂടെ എക്സ്പ്രഷൻ കണ്ടാൽ കുഞ്ഞു കുട്ടികളൊക്കെ അഹമ്മദി കുറച്ച് കൂടുതലാ. ഹായ് ഗ്ലും ഗ്ലും വെച്ച കുഞ്ഞു കുട്ടി കുടിക്കുന്ന പോലെ കുടിക്കട്ടെ. അപ്പോട്ടെ കുറച്ചുകൂടെ പോകും. ഇപ്പൊ രണ്ടാളും കറക്റ്റ് ആയി നോക്ക്. ഇത് പിന്നെയും കുഴപ്പമില്ല. രണ്ടാളും മഴക്കാലത്ത് ഉലുവവെള്ളം കുടിക്കണം. അല്ലെങ്കിൽ ഉലുവവെള്ളം ഹെൽത്തിന് വളരെ നല്ലതാണ്. നല്ല റാഗി കുട്ടികൾക്ക് നല്ലതാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഞങ്ങളെ കൂട്ടത്തിൽ ചെറുതിന് തന്നെ കൊറേ ബേബി ഫുഡ് കിട്ടിയത് 3 റൗണ്ടിൽ കിട്ടി. ബേബി ഫുഡ് ഒറ്റ റൗണ്ടിൽ 5 ഒന്നിനെ പോലും എനിക്ക് കിട്ടിയതുമില്ല. ആദ്യം ടോട്ടൽ 4 റൗണ്ടുള്ളൂ. അതിൽ 3 റൗണ്ടിൽ ഞാനാ ബേബി ഫുഡ് ഇന്ന് ഒറ്റ ഗ്രോൺ അപ്പ് ഫുഡേ ഞാൻ കഴിച്ചുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് നടക്കാണ് കൂടുതൽ കിട്ടിയത്. അത് എന്താ അങ്ങനെ വന്നത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഈ സ്റ്റോൺ പേപ്പർ സിസർ ഗെയിമിൽ ഈ കില്ലാടി ഒന്ന് വെറുതെ ഒന്ന് അത് ഫസ്റ്റ് ആയത്. എനിക്ക് നല്ല രസമുള്ള ചാലഞ്ച് ചെയ്യുന്നത്. പക്ഷെ ആകെ ഒരു പ്രശ്നമുള്ളൂ, ബേബികളെ തീറ്റിക്കുന്ന കുഞ്ഞുകുട്ടികളെ പിടിച്ചു വെച്ച് കഴിപ്പിക്കുന്നോണ്ടുള്ള കുഞ്ഞുകുട്ടികൾ തിന്നോളൂ. അങ്ങനെ മതി. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഗ്രോണപ്പ് ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കും. അതെ അതെന്തുകൊണ്ടാ? അത് അച്ഛനും അമ്മയും പറയാതെ കേൾക്കാത്തോണ്ട് നമ്മുടെ അച്ഛന്റെ സംരക്ഷണത്തിൽ നിന്ന് കുട്ടി മാറല്ലേ. ഈ വല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവിടേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita signing off.